ഇപ്പോൾ എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു തന്നെ നേരിട്ട് ഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി രേവതി ബാബു, അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ജലക്ഷാമം ഉള്ള സ്ഥലമാണോ? അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ തരത്തിൽ ഒരു വലിയ പദ്ധതി വരുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് കാണുന്നത്. കാരണം എലപ്പുള്ളി എന്ന് പറയുന്നത് ഒരു ഡ്രൈ ഏരിയ ആണ്, പ്രത്യേകിച്ചിട്ട് കിഴക്കൻ മേഖല. ഒന്നാം വിള കൃഷി എടുക്കാൻ കഴിയും, രണ്ടാം വിള കൃഷി ഉണക്കത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ്. അതിപ്പോ ഇതുകൂടി വരികയാണെങ്കിൽ കൃഷി മാത്രമല്ല, കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാവും. കുടിവെള്ളത്തിന് ഓരോ വർഷവും 10-12 ലക്ഷം രൂപയുടെ ടാങ്കർ ലോറി വെള്ളമാണ് നമ്മൾ കിഴക്കൻ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 2 മാസം മാത്രം 2 മാസം ഇത്രയും ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കുടിവെള്ളം എത്തിക്കുന്നത്. ഈ പദ്ധതിക്ക് ജല അതോറിറ്റി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത്. ജല അതോറിറ്റി വെള്ളം കൊടുത്താലും ഇവിടുത്തെ മണ്ണിനെയും പ്രകൃതിയെയും നശിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? ജലചൂഷണമില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. നിങ്ങൾക്ക് ആ ഉത്തരവിലോ സർക്കാരിന്റെ തീരുമാനത്തിലോ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയിലോ സംശയമുണ്ടോ? കാരണം ഒരു കാരണവശാലും അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ഇത്തരം ഒരു സ്ഥാപനം വരുന്നതിന് ശക്തമായിട്ട് പ്രതിഷേധിക്കും, എതിർക്കും. ഒരു കാരണവശാലും വരാൻ അനുവദിക്കില്ല. കാരണം നമ്മൾ ഈ കാർഷിക മേഖലയിലുള്ള നമ്മുടെ പഞ്ചായത്തില് തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം മാത്രം 68 ഏക്കറോളം സ്ഥലം കൃഷിയോഗ്യമാക്കിയ ഒരു പഞ്ചായത്താണിത്. ഏറ്റവും കൂടുതൽ പൂക്കൃഷി, വെജിറ്റബിൾ കൃഷി, പഴവർഗ്ഗങ്ങൾ എല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കം ഉണ്ടാക്കി ജനശ്രദ്ധ നേടിയ ഒരു പഞ്ചായത്താണിത്. ഏറ്റവും മികച്ച കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാനത്തെ 2ാമത്തെ കൃഷി ഓഫീസർക്കുള്ള അവാർഡ് വാങ്ങിയ ഒരു പഞ്ചായത്താണിത്. ആ ഒരു പഞ്ചായത്തിനെ പാടെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഇത്തരം ഒരു മദ്യവും ലോട്ടറിയും കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സർക്കാർ ഇത്തരം ഒരു തീരുമാനം എടുത്തതിൽ ജനങ്ങൾക്ക് അതിശയോക്തിയില്ല, പക്ഷെ ആശങ്കയുണ്ട്, ആദിയുണ്ട്. അവര് ഒറ്റക്കെട്ടായിട്ട് എലപ്പുള്ളി പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നതിൽ ആശങ്കയും ആധിയും ഉണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്.